നമസ്കാരം. ചരിത്രം പരിശോധിച്ചാൽ ചില വ്യക്തികളുടെ കഥകൾ കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നത് കാണാം, അല്ലേ? അങ്ങനെ ഒരാളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച് ലോകത്തിന്റെ ഗതിയെ തന്നെ സ്വാധീനിച്ച ഒരാൾ, മോശയെക്കുറിച്ച്. അപ്പോ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങി നോക്കാം. കഥയുടെ എളുപ്പത്തിനായി നമുക്ക് ഈ ജീവിതത്തെ ഒരു 3 ഭാഗങ്ങളായി കാണാം. ഒരു രാജകുമാരനായി തുടങ്ങി, പിന്നീട് ഒരു ഇടയനായി, അവസാനം ഒരു ജനതയുടെ വിമോചകനായി മാറുന്ന ആ യാത്ര, അത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഈ സംഭവബഹുലമായ കഥ തുടങ്ങുന്നതിനു മുമ്പ് ഒരു ചോദ്യമുണ്ട്. ആരായിരുന്നു ശരിക്കും ഈ മോശ? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പശ്ചാത്തലം? ചുരുക്കി പറഞ്ഞാൽ, അദ്ദേഹം ഒരേ സമയം ഒരു പ്രവാചകനായിരുന്നു, ഒരു നേതാവായിരുന്നു, ഒരു നിയമദാതാവായിരുന്നു. ഇസ്രയേൽ എന്ന ജനതയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചത് മോശയാണ്. അതുകൊണ്ടുതന്നെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രയേലിന്റെ സ്ഥാപകനായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. പഴയ നിയമത്തിൽ ഏതാണ്ട് 767 തവണ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, അതായത് പഞ്ചഗ്രന്ഥം, എഴുതിയതും മോശയാണെന്നാണ് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നത്. അപ്പോ നമുക്ക് മോശയുടെ ജീവിതത്തിലെ ആദ്യത്തെ 40 വർഷങ്ങളിലേക്ക് 1-ാം ഭാഗത്തേക്ക് കടക്കാം. ഈ ഭാഗത്തിന്റെ പേര് രാജ്കുമാരന്റെ തിരഞ്ഞെടുപ്പ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ, ജനിച്ച നിമിഷം മുതൽ തുടങ്ങിയ ഒരു ജീവൻമരണ പോരാട്ടമായിരുന്നു അത്. അദ്ദേഹം ജനിച്ചു വീഴുന്ന സാഹചര്യമൊന്ന് നോക്കൂ. അന്ന് ഈജിപ്റ്റ് ഭരിച്ചിരുന്ന ഫറവോൻ ഒരു ഭയങ്കരമായ കൽപ്പന പുറപ്പെടുവിച്ചു. എബ്രായ വംശത്തിൽ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നൈൽ നദിയിൽ എറിഞ്ഞുകൊല്ലണം. സ്വന്തം ജനതയെ മുഴുവനായി ഇല്ലാതാക്കാനുള്ളൊരു ശ്രമമായിരുന്നത്. പക്ഷേ ആ കൽപ്പനയിറക്കിയ ഫറവോന്റെ സ്വന്തം മകൾ തന്നെ ആ കുഞ്ഞിനെ നദിയിൽ നിന്ന് കണ്ടെത്തുന്നു. അവൾ ആ കുഞ്ഞിന് ഒരു പേരും നൽകി, മോശ. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവൻ എന്നാണത്രേ ആ പേരിന്റെ അർത്ഥം. എന്തൊരു വിരോധാഭാസമല്ലേ! അതായത്, വെള്ളം കേറാത്തൊരു കൊട്ടയിലാക്കി അമ്മ നദിയിലൊഴുക്കിയ ആ കുഞ്ഞിനെ ഈജിപ്ഷ്യൻ രാജകുമാരി കണ്ടെത്തുന്നു. അവനെ കൊല്ലാൻ ഉത്തരവിട്ട അതേ ഫറവോന്റെ കൊട്ടാരത്തിൽ ഒരു രാജകുമാരനായി അവൻ വളരാൻ പോകുകയാണ്. ഇതിനെയാണ് വിധി അല്ലെങ്കിൽ ദൈവഹിതം എന്നൊക്കെ പറയുന്നത്. ഒരു ഈജിപ്ഷ്യൻ രാജകുമാരന്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് മോശ വളർന്നത്. പക്ഷേ താൻ ആ ആളല്ലെന്നും അടിമകളായി കഴിയുന്ന എബ്രായ ജനതയാണ് തന്റെ സ്വന്തം ജനമെന്നും അദ്ദേഹം പതിയെ തിരിച്ചറിയാൻ തുടങ്ങി. ഇത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയൊരു സംഘർഷത്തിന് കാരണമായി. ഈ 2 ലോകങ്ങൾക്കിടയിലുള്ള ജീവിതം ഒടുവിലൊരു നിർണായക നിമിഷത്തിലേക്കെത്തി. ഒരു ദിവസം ഒരു ഈജിപ്തുകാരൻ തന്റെ സഹ എബ്രായനെ മർദ്ദിക്കുന്നത് കണ്ട് മോശ ഇടപെടുകയും ആ ഈജിപ്തുകാരനെ കൊല്ലുകയും ചെയ്തു. അതോടെ എല്ലാം മാറിമറിഞ്ഞു. ഈജിപ്തിലെ രാജകുമാരൻ എന്ന പദവി ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് ജീവനും കൊണ്ട് ഓടേണ്ടി വന്നു. മരുഭൂമിയിലേക്കൊരു പ്രവാസിയായി. കണ്ടില്ലേ, ഒരു നിമിഷം കൊണ്ട് ജീവിതം എങ്ങനെയാണ് തലകീഴായി മറിഞ്ഞതെന്ന്. അങ്ങനെ മോശയുടെ ജീവിതത്തിലെ 1-ാം ഭാഗം അവസാനിക്കുകയാണ്. ഇനി തുടങ്ങുന്നത് 2-ാം ഭാഗമാണ്, ഇടയന്റെ വിളി. മരുഭൂമിയിലെ ആ 40 വർഷത്തെ തയ്യാറെടുപ്പ് നമുക്ക് നോക്കാം. അപ്പോ അടുത്ത 40 വർഷം മോശ മിദ്യാനിലെ മരുഭൂമിയിൽ ഒരു സാധാരണ ഇടയനായി ജീവിച്ചു. ചിന്തിച്ചു നോക്കൂ, കൊട്ടാരത്തിൽ നിന്ന് നേരെ മരുഭൂമിയിലേക്ക്. പക്ഷെ പുരാതനകാലത്ത് ഇടയവൃത്തി എന്നത് നേതൃത്വത്തിനുള്ള ഒരു പരിശീലന കളരിയായിട്ടാണ് കണ്ടിരുന്നത്. ക്ഷമ, മാർഗനിർദ്ദേശം, എളിമ, ഇതെല്ലാം പഠിക്കാനുള്ളൊരവസരം. അതായത് ഈ വർഷങ്ങൾ ഒട്ടും വെറുതെ ആയിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. മോശയ്ക്ക് 80 വയസ്സായി. ഒരു ദിവസം ആടുകളെ മേയ്ക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു അത്ഭുതകരമായ കാഴ്ച കാണുന്നു. ഒരു മുൾപടർപ്പിനെ തീ പിടിച്ചിരിക്കുന്നു. പക്ഷേ അത് കത്തിച്ചാമ്പലാവുന്നില്ല. ഇതൊരു തിയോഫനിയായിരുന്നു, അതായത് ദൈവത്തിന്റെ നേരിട്ടുള്ള ഒരു വെളിപാട്. ആ ഒരു നിമിഷം അദ്ദേഹത്തിന്റെ ജീവിതം വീണ്ടും മാറിമറിയാൻ പോവുകയായിരുന്നു. ആ കത്തുന്ന മുൾപടർപ്പിൽ നിന്ന് ഒരു ശബ്ദം അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്ന് സ്വയം പരിചയപ്പെടുത്തി. എന്നിട്ട് മോശയ്ക്കൊരു ദൗത്യം നൽകി. എന്തായിരുന്നു ആ ദൗത്യം? ഈജിപ്തിലേക്ക് തിരികെ പോകുക, ഫറവോനോട് സംസാരിക്കുക, ഇസ്രായേൽ ജനതയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക. ഈ ഒരു ദൈവിക വെളിപാടോടെ മോശയുടെ ജീവിതത്തിലെ 3-ാമത്തെയും അവസാനത്തെയും ഭാഗം തുടങ്ങുകയാണ്. വിമോചകന്റെ ദൗത്യം, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാന 40 വർഷങ്ങൾ. ഇവിടെയാണ് അദ്ദേഹം തന്റെ ജീവിതലക്ഷ്യം പൂർത്തിയാക്കാൻ പോകുന്നത്. ഈ ദൗത്യം 3 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഒന്നാമതായി ഫറവോനുമായുള്ള ഏറ്റുമുട്ടൽ, രണ്ടാമതായി ഈജിപ്തിനെ ബാധിച്ച മഹാമാരികൾ, മൂന്നാമത്തേത് ഇസ്രായേൽ ജനതയുടെ അത്ഭുതകരമായ പുറപ്പാട്, അതായത് ആ വലിയ രക്ഷപ്പെടൽ. ഫറവോൻ ഇസ്രായേൽ ജനതയെ വിട്ടയക്കാൻ വിസമ്മതിച്ചപ്പോൾ ഈജിപ്തിൽ 10 മഹാമാരികളുണ്ടായി. ഇത് വെറും പ്രകൃതി ദുരന്തങ്ങളായിരുന്നില്ല. ഓരോ മഹാമാരിയും
ഈജിപ്തുകാർ ആരാധിച്ചിരുന്ന ഓരോ ദേവന്മാർക്കുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായിരുന്നു. ഉദാഹരണത്തിന്, നൈൽ നദി രക്തമായപ്പോൾ അത് അവരുടെ നദീദേവനായ ഹാപ്പിക്കുള്ള തിരിച്ചടിയായി. ഈജിപ്തിനെ ഇരുട്ടുമൂടിയപ്പോൾ അത് സൂര്യദേവനായ റായുടെ പരാജയമായി. ഓരോന്നും അവരുടെ ദൈവങ്ങളുടെ ശക്തിയില്ലായ്മയെ തുറന്നുകാട്ടുകയായിരുന്നു. ഒടുവിൽ 10ാമത്തെ മഹാമാരിക്ക് ശേഷം ഫറവോൻ അവരെ പോകാൻ അനുവദിച്ചു. പക്ഷേ അവർ പോയതിനുശേഷം ഫറവോൻ സൈന്യവുമായി അവരെ പിന്തുടർന്നു. അവർ ചെങ്കടലിന്റെ തീരത്തെത്തിയപ്പോൾ മുന്നോട്ടു പോകാനാവാതെ കുടുങ്ങി. അപ്പോഴാണ് ആ വലിയ അത്ഭുതം സംഭവിക്കുന്നത്. മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ രണ്ടായി പിളർന്നു. അവർ മറുകരയെത്തി. ഇത് ദൈവത്തിന്റെ വിടുതലിന്റെ ഏറ്റവും വലിയ പ്രതീകമായി മാറി. അപ്പോ അവർ സ്വതന്ത്രരായി. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ തീർന്നില്ല, അല്ലേ? അതൊരു തുടക്കം മാത്രമായിരുന്നു. അടിമത്തത്തിൽ നിന്ന് പുറത്തുവന്ന ഒരു ജനതയെ ഒരു രാഷ്ട്രമായി എങ്ങനെ രൂപപ്പെടുത്തും? അവർക്കൊരു നിയമം വേണം, ഒരു ദിശാബോധം വേണം. അതായിരുന്നു അടുത്ത ഘട്ടം. അങ്ങനെയാണ് സീനായി പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് 10 കൽപ്പനകൾ ലഭിക്കുന്നത്. ദൈവത്തോടും പിന്നെ മനുഷ്യർ പരസ്പരവും എങ്ങനെ പെരുമാറണമെന്നതിന്റെ അടിസ്ഥാന നിയമങ്ങളായിരുന്നു അത്. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ ധാർമ്മികവും ആത്മീയവുമായ അടിത്തറയായി ഈ കൽപ്പനകൾ മാറി. ശരി, നമ്മളിപ്പോൾ മോശയുടെ 120 വർഷത്തെ ജീവിതം ചുരുക്കത്തിൽ കണ്ടു. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: എന്തുകൊണ്ടാണ് മോശയുടെ ഈ കഥ ഇന്നും ഇത്രയധികം പ്രസക്തമായി നിലനിൽക്കുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ പൈതൃകം? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ 40 വർഷങ്ങൾ വീതമുള്ള 3 ഘട്ടങ്ങളായി തിരിക്കാം. ആദ്യത്തെ 40 വർഷം ഈജിപ്തിലെ രാജകുമാരനായി, രണ്ടാമത്തെ 40 വർഷം മിദ്യാനിലെ ഇടയനായി, അവസാനത്തെ 40 വർഷം മരുഭൂമിയിലൊരു വിമോചകനായി. ഓരോ ഘട്ടവും അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. മോശയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്ന് ചോദിച്ചാൽ അത് വിശ്വസ്തമായ അനുസരണമാണ്. എത്ര അസാധ്യമെന്ന് തോന്നുന്ന കാര്യമാണെങ്കിലും ഒരു ദൗത്യം ഏറ്റെടുത്താൽ അത് വിശ്വസ്തയോടെ ചെയ്യുക എന്നത്. മോശ പലപ്പോഴും സംശയിച്ചു, ഭയപ്പെട്ടു, പക്ഷേ അവസാനം ആ വിളിയെ അനുസരിച്ചു. ബൈബിളിലെ ആവർത്തന പുസ്തകം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അതിനുശേഷം ഇസ്രയേലിൽ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല, കർത്താവ് മുഖാമുഖം അറിഞ്ഞവൻ. ഇത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലെ അതുല്യമായ സ്ഥാനത്തെയാണ് കാണിക്കുന്നത്. ഈ കഥ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 80 വയസ്സുള്ള ആടുകളെ മേയിച്ചു നടന്നൊരു ഇടയന് ലോകചരിത്രത്തെ മാറ്റിമറിക്കാൻ ഒരു വിളി ലഭിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും അത് നമ്മോട് എന്താണ് പറയുന്നത്? ഒരുപക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം തുടങ്ങുന്നത് എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ കരുതുന്ന സമയത്തായിരിക്കാം, അല്ലേ?